ഡിയർ സ്റ്റുഡൻറ്റ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസ്ക് ആൻഡ് റിട്ടേൺ പ്രൊഫൈലാണ്. അഥവാ നമുക്കറിയാം, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം റിസ്ക്കും ഉണ്ടാവും റിട്ടേണും ഉണ്ടാവും അല്ലേ. അതിൻ്റെ പ്രൊഫൈലാണ്. അതും എങ്ങനെ ഓപ്ഷൻ കോൺട്രാക്റ്റിൽ റിസ്ക്കും റിട്ടേണും എങ്ങനെയാണുള്ളതെന്നാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അതിനെയാണ് നമ്മൾ ഈ റിസ്ക്കും റിട്ടേണേയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെ നമ്മൾ കാണുന്നതിനെയാണ് എന്ത് പറയുന്നത്, പേ ഓഫ് എന്ന് പറയുന്നത് കേട്ടോ. സെയിം ആണ്. അപ്പോൾ റിസ്ക് റിട്ടേൺ പ്രൊഫൈൽ എന്ന് പറഞ്ഞാലും പേ ഓഫ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനുള്ള റൈറ്റ് കൊടുക്കുന്നുണ്ടല്ലോ. ആ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിട്ടേൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പേ ഓഫ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഒരു ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം, ഹോൾഡർ മീൻസ് ആരാണ്, ഇൻവെസ്റ്ററാണ്, ഒരു ബയ്യറാണ്. അപ്പോൾ സംബന്ധിച്ചിടത്തോളം ആൾക്ക് എന്താണ്, അതൊരു റൈറ്റാണ്, ഒരു ഒബ്ലിഗേഷനും ഇല്ല, ഒരു ബാധ്യത ആയിട്ട് കാണുന്നേ അല്ല, ആളുടെ റൈറ്റാണ്. ആളുടെ റൈറ്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ഓപ്ഷൻ കോൺട്രാക്റ്റ് മുന്നോട്ട് പോകുന്നത്. കാരണം ആൾക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കോൺട്രാക്റ്റ് എക്സറൈസ് ചെയ്യുള്ളൂ. കാരണം ആൾക്ക് ആളുടെ ഭാഗം മാത്രം ക്ലിയർ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ആരാണ്, ബയ്യറാണ്, അല്ലെങ്കിൽ ഹോൾഡറാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്ററാണ് ഇതിൽ കിങ് എന്ന് പറയുന്നത്. സെല്ലർ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. സെല്ലർക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് ഒരിക്കലും ആര് നോക്കുന്നില്ല, ഈ ബയ്യർ നോക്കുന്നില്ല. അപ്പോൾ ബയ്യർ അല്ലെങ്കിൽ ഹോൾഡറുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഈ ഓപ്ഷൻ കോൺട്രാക്റ്റ് നടക്കുന്നത്. അപ്പോൾ ആൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഉണ്ടല്ലോ, ആ ബെനിഫിറ്റിനെയാണ് നമ്മൾ പേ ഓഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ എപ്പോഴും എന്താണ്, സ്ട്രൈക്ക് പ്രൈസിൻ്റെ താഴേക്ക് സ്പോട്ട് പ്രൈസ് പോയി കഴിഞ്ഞാലാണ് എന്ത്, പ്രോഫിറ്റ്, ബയ്യറെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലാവുണ്ടോ? സ്ട്രൈക്ക് പ്രൈസ് പറഞ്ഞാൽ നമ്മൾ എന്നാണോ നമ്മൾ ആ ഓപ്ഷൻ കോൺട്രാക്റ്റ് സെറ്റിൽ ചെയ്യുന്നത് ആ സമയത്തുള്ള പ്രൈസ് അല്ലേ, അല്ലെങ്കിൽ സ്ട്രൈക്ക് പ്രൈസ് അല്ലെങ്കിൽ ഓപ്ഷൻ കോൺട്രാക്റ്റിൽ പറഞ്ഞ പ്രൈസ് സ്പോട്ട് പ്രൈസിനെക്കാട്ടിൽ കുറവാണെങ്കിൽ, മനസ്സിലാക്കുക, സ്ട്രൈക്കിംഗ് പ്രൈസിനെക്കാട്ടിലും സ്പോട്ട് പ്രൈസ് താഴെ പോയാലാണ് ഒരു ബയ്യറെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. പക്ഷേ അവിടെ എന്താണ്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബയ്യറുടെ ആ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. മനസ്സിലാവുണ്ടോ? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആർക്കുണ്ടാവുക, സെല്ലർക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. എത്രയേ ഉള്ളൂ, ഈ ബയ്യർ കൊടുത്തൊരു പ്രീമിയം ഉണ്ടല്ലോ, അത് മാത്രമാണ് ആൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ പ്രോഫിറ്റ് സെല്ലറെ സംബന്ധിച്ചിടത്തോളം ലിമിറ്റ് ആണ്, പക്ഷേ ബയ്യറെ സംബന്ധിച്ചിടത്തോളം അൺലിമിറ്റഡ് ആണ്. മനസ്സിലാകുന്നുണ്ട്? പിന്നെ അതുപോലെ ലോസ് എന്ന് പറയുന്നത് ബയ്യറെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ലിമിറ്റാണ്. ബയ്യറെ സംബന്ധിച്ചിടത്തോളം ലോസ് എന്ന് പറയുന്നത് ലിമിറ്റാണ്. കാരണം ആ പ്രീമിയം പോയാൽ എന്താണ്, ആ പ്രീമിയമാണ് ആൾക്ക് നഷ്ടപ്പെടുള്ളൂ. ബയ്യർക്ക് ലിമിറ്റാണ്, പക്ഷേ സെല്ലർക്ക് അങ്ങനെയല്ല, അൺലിമിറ്റഡ് ആയിട്ടുള്ള ലോസാണ് സംഭവിക്കുക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പം നമ്മൾ മുകളിൽ പറഞ്ഞു 4 പൊസിഷൻസുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ലോങ് പൊസിഷൻ ഇൻ കോൾ ഓപ്ഷന്, ലോങ് പൊസിഷൻ ഇൻ പുട്ട് ഓപ്ഷന്, ഷോർട്ട് പൊസിഷൻ ഇൻ കോൾ ഓപ്ഷന്, ഷോർട്ട് പൊസിഷൻ ഇൻ പുട്ട് ഓപ്ഷന് അല്ലേ. എന്താണ് ലോങ് പൊസിഷൻ എന്ന വാങ്ങുകയാണ് അല്ലേ. അപ്പോൾ വാങ്ങുന്ന രീതി, അല്ലെങ്കിൽ കോൾ ഓപ്ഷന് വാങ്ങാനുള്ള ഒരു റൈറ്റ് കേട്ടോ. ലോങ് പൊസിഷൻ അല്ലെങ്കിൽ ലോങ് ഹോൾഡർ മീൻസ് ബയ്യറാണ്. അപ്പോൾ ഹോൾഡർക്ക് വാങ്ങാനുള്ള റൈറ്റ് ആണ് ഏത്, കോൾ ഓപ്ഷൻ, ലോങ് പൊസിഷൻ കോൾ ഓപ്ഷനിൽ ഉണ്ടാകുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ഈ ഹോൾഡറാണ് ആര്, ലോങ് പൊസിഷൻ എന്ന് പറയുന്നത്. ലോങ് പൊസിഷൻ ഹോൾഡറാണ്, ബയ്യറാണ്, ഇൻവെസ്റ്ററാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ബയ്യർക്ക് വിൽക്കാനുള്ള റൈറ്റ് ആണ് പുട്ട് ഓപ്ഷന്. പിന്നെ ലോങ് പൊസിഷൻ അല്ലെങ്കിൽ ലോങ് ഹോൾഡർ എന്ത് ചെയ്യാണ്, നമ്മുടെ അസറ്റ്സ് സെയിൽ ചെയ്യാണ്, വിൽക്കാനുള്ള റൈറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ 4 പൊസിഷന്. പിന്നെ ഷോർട്ട് പൊസിഷൻ എന്ന റൈറ്ററാണ്, അല്ലെങ്കിൽ സെല്ലറാണ്, അല്ലെങ്കിൽ വിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആൾക്ക് വാങ്ങാനുള്ള റൈറ്റാണ് ഷോർട്ട് പൊസിഷൻ ഇൻ കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇനി റൈറ്റർ അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷനിൽ നിൽക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ ആ പൊസിഷനിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, വിൽക്കാനുള്ള ഒരു റൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ 4 പൊസിഷൻസുകൾ വരുന്നത്. അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ പൊസിഷൻസുകളിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഇവർ ബയ്യറും സെല്ലറും
പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതും അതുപോലെ റിസ്ക് അവർക്ക് വരുന്നതും അതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അതാണ് ഈ ഹെഡിങ് കേട്ടോ, റിസ്ക് ആൻഡ് റിട്ടേൺ പ്രൊഫൈൽ ഓഫ് എ ഓപ്ഷൻ കോൺട്രാക്ട്. അതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങളെ മൈൻഡിൽ വേണം കേട്ടോ. അപ്പോൾ ഓപ്ഷൻ കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് റിസ്ക്കും റിട്ടേണും ഉണ്ട്. അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രൊഫൈലാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ 4 പൊസിഷനിലുണ്ടല്ലോ, ഹോൾഡർക്ക് വിൽക്കാനും ഹോൾഡർക്ക് വാങ്ങാനുള്ള പൊസിഷൻ, ഇനി റൈറ്റർക്ക് വിൽക്കാനും റൈറ്റർക്ക് വാങ്ങാനുള്ള പൊസിഷൻ. സിമ്പിളായിട്ട് അങ്ങനെ മനസ്സിലാക്കിയാലും മതി. ഓക്കെ, ആ പൊസിഷനിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് റിസ്ക് ആൻഡ് റിട്ടേൺ ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ നോക്കാം. അതിൽ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ബയ്യറെ സംബന്ധിച്ചിടത്തോളം ബയ്യർക്ക് ലാഭം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ആ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് എക്സറൈസ് ചെയ്യുകയുള്ളൂ. ഇനി ബയ്യർക്ക് ലോസാണ് വരുന്നതെങ്കിൽ എങ്ങനെ ലോസ് വരിക? ഈ സ്ട്രൈക്ക് പ്രൈസിൻ്റെ താഴേക്ക് സ്പോട്ട് പ്രൈസ് വന്ന പ്രോഫിറ്റാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ച് നോക്ക്. ഇങ്ങനെ സ്പോട്ട് പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിൻ്റെ കൂടുതലാണെങ്കിൽ ആൾക്ക് നഷ്ടം വരും. ആർക്ക്? ബയ്യർക്ക് നഷ്ടം വരും. അപ്പോൾ അവിടെ സെല്ലർക്ക് ലാഭം ഉണ്ടാകും അല്ലേ? അപ്പോൾ ഈ ബയ്യർക്ക് നഷ്ടം വരികയാണെന്ന് ലോസ് സംഭവിക്കുകയാണെങ്കിൽ അവിടെ ആൾ ഈ ഓപ്ഷൻ കോൺട്രാക്റ്റ് എക്സറൈസ് ചെയ്യൂല. ആൾ എന്ത് ചെയ്യാണ്? എക്സ്പയർഡ് ആക്കിയിട്ട് വിടുകയാണ് കേട്ടോ. അത് ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ 2 സിറ്റുവേഷൻസും ഉണ്ട്. അത് പുട്ട് ഓപ്ഷനിൽ നിന്നുകൊണ്ടുള്ള ബയ്യറും സെല്ലറുടെ ആ ഒരു കാര്യം നോക്കണം. അതുപോലെ കോൾ ഓപ്ഷനിൽ നിന്നുകൊണ്ട് ബയ്യറുടെയും സെല്ലറുടെയും ഒരു ഡീറ്റെയിൽസ് നോക്കണം. ഈ 4 പൊസിഷൻസുകൾ നിന്നുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇപ്പോൾ അതിൽ തന്നെ നിങ്ങൾ ഇതും കൂടെ മനസ്സിലാക്കണം. ഇൻ ദ മണി ഉണ്ട്, അറ്റ് ദ മണി ഉണ്ട്, ഔട്ട് ഓഫ് ദ മണി ഉണ്ട്. ഇൻ ദ മണി ആണ് പോസിറ്റീവ് ഫ്ലോ ആണ്. ഇനി അറ്റ് ദ മണി 0 ആണ്. രണ്ടാൾക്കും ഒരേപോലെയാണ്. എന്താ ഔട്ട് ദ മണിയോ നെഗറ്റീവാണ്. കാരണം ബയ്യറെ സംബന്ധിച്ചിടത്തോളം നഷ്ടം വരുന്നതാണ് ഔട്ട് ഓഫ് ദ മണി. ഇൻ ദ മണിയാണ് ബയ്യറെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇത് ഇതാക്കാൻ കേട്ടോ. അപ്പോൾ റിസ്ക്കും റിട്ടേണിൻ്റെ ഒരു പ്രൊഫൈലാണ് നമുക്കിനി നോക്കാനുള്ള. എക്സാമ്പിൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രാഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റും അങ്ങനെയാണെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ 5000 രൂപേൻ്റെ ഒരു അസറ്റ് പ്രൈസുള്ള ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ അസറ്റ് ഉണ്ട്. അതിൽ 400 രൂപയാണ് പ്രീമിയമായിട്ട് ബയ്യർ സെല്ലർക്ക് കൊടുത്തത്. അപ്പോൾ ബയ്യർ കൊടുത്തത് എത്രയാണ്? 400 രൂപ. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, സെല്ലർക്ക് ലിമിറ്റഡ് പ്രോഫിറ്റ് അവിടെ ആയി. എത്രയാണ്? 400 രൂപയാണ്. അതിൻ്റെ അപ്പുറം ഇനി ആൾക്ക് പ്രോഫിറ്റ് കിട്ടൂല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഇനി പേ ഓഫ് പ്രൊഫൈൽ ഓഫ് എ കോൾ ഓപ്ഷൻ ബയ്യർ. കോൾ ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ചിടത്തോളം, കോൾ ഓപ്ഷൻ ബയ്യർ പറഞ്ഞാൽ ആരാ? വാങ്ങാനുള്ള റൈറ്റ്സ് ഉള്ള ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കോൾ ഓപ്ഷൻ ബയ്യർ, അപ്പം കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു പർച്ചേസ് ആണ് അല്ലേ? ബൈ ആണ്, റൈറ്റ് ടു ബൈ ആണ്. അപ്പോൾ റൈറ്റ് ടു ബൈ ആയതുകൊണ്ട് വാങ്ങാനുള്ള റൈറ്റാണ് അവിടെ കേട്ടോ നോക്കുന്നത്. വാങ്ങാനുള്ള റൈറ്റ്സിനെയാണ്, റൈറ്റ് ഉള്ള ആളാണ് ബയ്യർ എന്ന് പറയുന്നത്. ഇവിടെ സ്ട്രൈക്ക് പ്രൈസ് 5000 രൂപയാണ്. പ്രീമിയം എന്താണ്? 400 രൂപയാണ്. ഈ ഒരു കാര്യം മാർക്കറ്റ് പ്രൈസിൽ 5000-ന് താഴെ ആവുമ്പോൾ അയാൾ എന്ത് ചെയ്യും? എക്സറൈസ് ചെയ്യും. മനസ്സിലാവുണ്ടോ? സ്ട്രൈക്ക് പ്രൈസ് മാർക്കറ്റ് പ്രൈസിന് താഴെ, അതോടെ ഇവിടെ 5000 ആണ്. 5000 ആയതുകൊണ്ട് 5000-ന് താഴെ ആവുമ്പോൾ ബയ്യർ എന്ത് ചെയ്യും? എക്സറൈസ് ചെയ്യും. ആൾക്ക് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. ഇവിടെ ആ ഒരു ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. -400 ആണ് കൊടുത്തിട്ടുള്ളത്. അതാണ് ലോസ് എന്ന് പറയുന്നത് കേട്ടോ. ലോസ് അതാണ്. ലിമിറ്റഡ് ആണ് ലോസ് ബയ്യറെ സംബന്ധിച്ചിടത്തോളം. കോൾ ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ചിടത്തോളം ലിമിറ്റഡ് ആണ്. ഇനി 5000 എന്ന് പറയുന്നത് എന്താണ്? അവിടെ അസറ്റ് പ്രൈസാണ്. അസറ്റ് പ്രൈസിനെ തന്നെ നമ്മൾ 5000, അപ്പോൾ ഈ ബയ്യർ 5000 അസറ്റ് പ്രൈസിൻ്റെ കൊടുത്തിട്ടുണ്ട്. 400 രൂപ പ്രീമിയം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടോട്ടലി 5400 രൂപ ആൾ കൊടുത്തിട്ടുണ്ട്. ആർക്ക്? സെല്ലർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൺ പോയിന്റ്. 5400 എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്? പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. ബ്രേക്ക് ഈവൺ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവിടെ ഉള്ളത്.
ഇനി 5000-ന് മുകളിലേക്ക് നോക്ക്, അത് പോയി കഴിഞ്ഞാൽ ആ പ്രൈസ് ലൈന് പോയി കഴിഞ്ഞാൽ എന്താണ്, ആൾക്ക് എന്ത് വരും, പ്രോഫിറ്റ് കിട്ടും. ബയ്യറെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആണ്, അൺലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയുന്നത് പൊട്ടൻഷ്യൽ പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആണ്. അണ്ടർലൈൻ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തതുകൊണ്ട് അൺലിമിറ്റഡ് പ്രോഫിറ്റ് കിട്ടും. ഇനി ലോസോ, പൊട്ടൻഷ്യൽ ലോസ് എന്ന് പറയും ലിമിറ്റഡ് ആണ് പെയ്ഡ് ടു പ്രീമിയം ഫോർ എ കോൾ ഓപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രീമിയം പെയ്ഡ് ചെയ്തത് മാത്രമാണ്, ആ ഒരു എമൗണ്ട് മാത്രമാണ് ആൾക്ക് ലോസായിട്ട്, പൊട്ടൻഷ്യൽ ലോസായിട്ട് കാണുന്നത്. അത്രയേ ഉള്ളൂ. ഇനി ഇതിനെ നേരെ ഓപ്പോസിറ്റ് ഡയഗ്രാം ഒന്ന് ചിന്തിച്ച് നോക്ക്. ഈ പ്രോഫിറ്റ് അൺലിമിറ്റഡ് അല്ലെങ്കിൽ പ്രൈസ് ലൈന് മുകളിലേക്ക് പോകുന്നുണ്ടല്ലോ, അത് നേരെ താഴോട്ട് എത്ര പോയി കഴിഞ്ഞാലും ആൾക്ക് എത്രയേ ഉള്ളൂ നഷ്ടം വരുന്നത്, 400 രൂപയെ നഷ്ടം വരുന്നുള്ളൂ. ഇനി ഈ ഒരു ഗ്രാഫ് മുകളിലേക്ക് പോകുന്ന ഗ്രാഫ് ഉണ്ടല്ലോ, അത് ആളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ബയ്യറെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റാണ്, അൺലിമിറ്റഡ് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ ഗ്രാഫിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇനി നമുക്ക് പറയാനുള്ളത് സെല്ലർ കേട്ടോ. കോൾ ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ചിട്ട് നോക്കുമ്പോൾ 400 രൂപയാണ് ആളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ്. മറ്റിടത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള ലോസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ സെല്ലറെ സംബന്ധിച്ചിടത്തോളം ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റാണ്. ആ ലിമിറ്റഡ് പ്രോഫിറ്റ് ആണ് സെല്ലർക്ക് കിട്ടുന്നത്. സെല്ലറെ കാര്യം നോക്കുകയാണെങ്കിൽ എന്താണ്, ലോസ് ആണ് അൺലിമിറ്റഡ് ആയിട്ട് വരുന്നത്. ഇനി നോക്ക് 400 രൂപ ലിമിറ്റഡ് പ്രൈസ്, സ്ട്രൈക്ക് പ്രൈസ് ഉണ്ട്, സ്പോട്ട് പ്രൈസ് താഴേട്ട് ഇങ്ങനെ വരുമ്പോൾ എന്താണ്, ആൾക്ക് ലോസ് വരുന്നുണ്ട്. ലോസ് അൺലിമിറ്റഡ് ആണ്. ഇതിൻ്റെ മുകളിലേക്ക് ഒരിക്കലും അയാൾക്ക് ലാഭം ഉണ്ടാവില്ല എന്നുള്ളത്. പ്രോഫിറ്റ് 400 രൂപക്ക് മുകളിൽ ലാഭം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. 5400 എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൺ പോയിന്റ് ആണ്, അസറ്റ് പ്രൈസ് കേട്ടോ. ഇനി ലോസ് അതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഒരു അസറ്റിൻ്റെ വില എന്താണ് താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ലോസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് കേട്ടോ. അൺലിമിറ്റഡ് ആണ്. നമ്മൾ നേരത്തെ ബയ്യറുടെ കേസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സെല്ലറുടെ കേസ് ഉണ്ടാവുക. അപ്പം സെല്ലറുടെ ഇപ്പം പുട്ട് ഓപ്ഷൻ ബയ്യറാണ് നമ്മളവിടെ പഠിച്ചത് അല്ലേ, കോൾ ഓപ്ഷൻ ബയ്യറാണ്. ഇനി ഇപ്പം നമ്മൾ പറയുന്നത് കോൾ ഓപ്ഷൻ സെല്ലറാണ്. സെല്ലറെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റ് വിൽക്കാനുള്ള റേറ്റാണ് കേട്ടോ. അസറ്റ് വിൽക്കാനുള്ള റേറ്റാണ്. അപ്പോൾ 5000-ന് മുകളിലേക്ക് പോകുന്തോറും ആൾക്ക് എന്താണ്, ലോസാണ് സംഭവിക്കുന്നത്. ഇനി പൊട്ടൻഷ്യലായി നോക്ക്, ലോസാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇനി അത്രയാണ് അതിൽ പറയാനുള്ളത്. അപ്പോൾ കോൾ ഓപ്ഷൻ സെല്ലർ കേസും ക്ലിയർ ആയില്ല. അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ പ്രോഫിറ്റ് ലിമിറ്റഡ് ആണ് ടു പ്രീമിയം അല്ലേ, ആ പ്രീമിയം കിട്ടിയത് മാത്രമാണ് ആൾക്കുള്ളത്. പിന്നെ പൊട്ടൻഷ്യൽ ലോസ് അൺലിമിറ്റഡ് ആണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലോസാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് പുട്ട് ഓപ്ഷൻ ബയ്യറുടെയാണ്. പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വിൽക്കുക റൈറ്റ് ടു സെല്ലാണ്. അപ്പോൾ വിൽക്കാനുള്ള റൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ബയ്യറെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വിൽക്കാനുള്ള ഒരു റൈറ്റ് കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മീൻസ് ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം വിൽക്കാനുള്ള റൈറ്റ് എങ്ങനെയുണ്ടാവുക, ആള് അസറ്റ് ഒരു എന്താണ് അണ്ടർലൈൻ അസറ്റ് വിൽക്കാനുള്ള റൈറ്റ്സ്. ഇപ്പോൾ 5000 രൂപ വിലയുള്ള ഒരു അണ്ടർലൈൻ അസറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ ഒരു അണ്ടർലൈൻ അസറ്റ് വിൽക്കാനുള്ള റൈറ്റ്സ് ആണ് പുട്ട് ഓപ്ഷൻ ബയ്യർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മുടെ 5000 രൂപയുടെ ഒരു അസറ്റ് ആണെങ്കിൽ മാർക്കറ്റിൽ 5000-ന് താഴെ പ്രൈസായിട്ട് വാങ്ങിയിട്ട് പിന്നീട് അതെന്ത് ചെയ്യാണ്, വിൽക്കാനുള്ള റൈറ്റ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതാണ് ബയ്യർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ 5000-ന് താഴെയുള്ള പ്രൈസിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങുക ചെയ്യുന്നത് കേട്ടോ. 5000 ആണ് ഇവിടെ അസറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതിന് താഴെയുള്ള
ഒരു റേറ്റ് മാർക്കറ്റ് പ്രൈസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് അസറ്റ്സുകൾ വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വേറൊരു രീതിയിൽ അതിനെ വിൽക്കുകയാണ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് പ്രൈസ് കൂടിയ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓപ്ഷൻ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ പുട്ട് ഓപ്ഷന് ബയ്യർക്ക് അവിടെ ഒരുപാട് ലാഭം കിട്ടുന്നുണ്ട്. അൺലിമിറ്റഡ് ആയിട്ടുള്ള ലാഭമാണ് അവിടെ കിട്ടുന്നത്, മനസ്സിലാക്കുക കേട്ടോ. ഇനി അൺലിമിറ്റഡ് ലാഭം കിട്ടുമ്പോൾ അതുപോലെ അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, എന്താണ് നമ്മുടെ അസറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 5000 രൂപയാണെങ്കിൽ 5000 രൂപക്ക് താഴെ മാർക്കറ്റ് പ്രൈസിൽ താഴെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വാങ്ങാനുള്ള റേറ്റ്, അതാണ് ഇവിടെ പുട്ട് ഓപ്ഷൻ ബയ്യർ എന്ന് പറയുന്നത് കേട്ടോ. അഥവാ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഹോൾഡർ എന്നൊക്കെ നമുക്ക് അവരെ പറയാം. അപ്പോൾ സ്ട്രൈക്ക് പ്രൈസിൻ്റെ താഴേക്ക് സ്പോട്ട് പ്രൈസ് പോയി കഴിഞ്ഞാൽ അവിടെ ബയ്യറെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റാണ്. ക്ലിയർ? ബയ്യറെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റാണ്. അപ്പോൾ പുട്ട് ഓപ്ഷൻ അപ്പോൾ വാങ്ങാനുള്ള റൈറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് ബയ്യർ എന്താ ചെയ്യുന്നത്, വാങ്ങിയിട്ട് വേറൊരു മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുക. അപ്പം നമുക്ക് എങ്ങനെ പറയാം, പുട്ട് ഓപ്ഷൻ എന്ന ഒരു കോൺസെപ്റ്റ് അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ബയ്യർക്ക് വിൽക്കാനുള്ള റൈറ്റ്, വാങ്ങിയിട്ട് വിൽക്കാനുള്ള റൈറ്റ്സ് ആണ് എന്ത്, ഈ പുട്ട് ഓപ്ഷൻ ബയ്യർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സംശയമൊന്നുമില്ലല്ലോ? അപ്പോൾ ഈ സ്ട്രൈക്ക് പ്രൈസിൻ്റെ താഴേക്ക് സ്പോട്ട് പ്രൈസ് വന്നു കഴിഞ്ഞാൽ ആൾക്ക് ബയ്യറെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റാണ്. ലോസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. കാരണം 400 രൂപയാണ് ആൾക്ക് ലോസ് വരുന്നുള്ളൂ. ബാക്കി ഇതിൻ്റെ മുകളിലേക്ക് എത്ര പോയി കഴിഞ്ഞാലും അവർക്ക് എന്താണ് ഇത് വരുന്നുണ്ട് കേട്ടോ, പ്രോഫിറ്റാണ് വരുന്നത്. ഓക്കെ, ഇനി നോക്കുക പുട്ട് ഓപ്ഷൻ സെല്ലറിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 5000 താഴേക്ക് സ്പോട്ട് പ്രൈസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ബയ്യർക്ക് പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അതേസമയം സെല്ലർക്ക് നഷ്ടമാണ് അവിടെ ആ സമയത്ത് ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? ഈ നമ്മൾക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ നേരെ ഓപ്പോസിറ്റുള്ള സൈഡിലുള്ള ആളാരാണ്, സെല്ലറാണ്, റൈറ്ററാണ് അല്ലേ. ആൾക്ക് എന്താണ്, നഷ്ടമാണ് അവിടെ വരുന്നത്, ലോസാണ് അവിടെ സംഭവിക്കുന്നത്. ഇവിടെ 4600 മുകളിലേക്ക് പോകും തോറും അവിടെ സെല്ലർക്ക് പ്രോഫിറ്റാണ് കിട്ടുക കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് പോകുന്നത് പക്ഷേ ഒരു 5000 വരെയാണ് ആൾക്ക്, 4600 5000 വരെയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. പിന്നെ എന്താണ്, ആൾക്ക് നഷ്ടമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ പിന്നെയുള്ള ഒരു 4600 5000 വരെയാണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ 400 രൂപ തന്നെയാണ് അവർക്ക് എന്ത് കിട്ടുന്നത്, ലാഭം കിട്ടുന്നത്. അത് ഇയാൾ കൊടുത്ത പ്രീമിയമാണ്, അത്രയാണ്. അപ്പോൾ ഈ ബയ്യറെ സെല്ലറെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താണ്, ലോസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ക്ലിയർ ആയില്ല? അത് രണ്ട് കണ്ടീഷനിലും ബയ്യറെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റാണ് ഉണ്ടാവുക. ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റാണ് ഉണ്ടാകുക. ആ ലിമിറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ വ്യക്തി ബയ്യർ കൊടുത്ത ആ ഒരു 400 രൂപ പ്രീമിയം മാത്രമായിട്ടാണ് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാകുക. അല്ലാത്ത ഒരു പ്രോഫിറ്റ് അവർക്ക് കിട്ടുന്നില്ല. ലോസ് അവരെ സംബന്ധിച്ചുള്ള അൺലിമിറ്റഡ് ആണ്. അതിന് പുട്ട് ഓപ്ഷൻ ആയാലും കോൾ ഓപ്ഷൻ ആയാലും ആ ഒരു കണ്ടീഷൻ തന്നെയാണ് വരുന്നത്. ഓക്കെ.